വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 10:30 കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തും. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, DR കുടിശ്ശിക, പോലീസ് ആക്ട് 104A പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക, 12ാം ശമ്പള പെൻഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ നൽകുക, മസ്റ്ററിംഗിന്റെ പേരിൽ ആശ്രിതരുടെ ആനുകൂല്യം തടയുന്ന കിരാത നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. കേരളത്തിലെ പെൻഷൻകാർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും അർഹതപ്പെട്ട നിരവധി ആനുകൂല്യങ്ങളും യാതൊരു നീതീകരണവുമില്ലാതെ വർഷങ്ങളായി തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2025 ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ മാർച്ചും ധരണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ പേരാവൂർ നിയമസഭ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവர்களാണ്. അതോടൊപ്പം തന്നെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ, KSSPA സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പ്രസംഗിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പെൻഷൻകാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാറ്റഗറിക്കൽ സംഘടന എന്ന രീതിയിലും നമ്മൾക്ക് അടിസ്ഥാനപരമായ ചില ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് നിഷേധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡിൻ്റെ ആനുകൂല്യമാണ്. ട്രെയിനിങ് പീരീഡ് കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഓരോ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നത്. അത് 9 മാസം, അതുപോലെ തന്നെ 12 മാസം വരെയുള്ള ട്രെയിനിങ് ഉണ്ട്. ആ വിഷയത്തിൽ 2010 മാർച്ച് 31 ശേഷം റിട്ടയർ ചെയ്തവർക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എൻട്രി ചെയ്ത, അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത 2010 മാർച്ച് 31 മുമ്പ് റിട്ടയർ ചെയ്തവർക്കൊന്നും ഈ ട്രെയിനിങ്ങിൻ്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. അവർ കിട്ടാത്തത് കൊണ്ട് അവരുടെ പെൻഷനിൽ വളരെയധികം കുറവ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ കാര്യത്തിലുണ്ടെങ്കിൽ പോലീസിന്റെ മാത്രമായ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. 4ാം ഗ്രേഡ് 10ാം ശമ്പള കമ്മീഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് 4ാം ഗ്രേഡ് 3 ഗ്രേഡ് 1, 2, 3 4ാമത്തെ ഗ്രേഡ് അവർക്ക് പ്രൊമോഷൻ സാധ്യതയില്ലാത്ത കാരണം ശമ്പളത്തിനെങ്കിലും ആ ഗ്രേഡ് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷെ അതിനു മുമ്പ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതേപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ പെൻഷൻകാർക്ക് 22% ഈ ജനുവരി 1 22% DA ആണ് നമ്മൾക്ക് ലഭിക്കാതിരിക്കുന്നത്. അതിനേക്കാളൊക്കെ പരിതാപകരമായ കാര്യം 2019 ശമ്പള പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ കുടിശ്ശിക. വാർത്താ സമ്മേളനത്തിൽ A. ജയരാജൻ, മുയ്യം രാഘവൻ, MG ജോസഫ്, A. സത്യപാലൻ, ദിലീപ് ബാലക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു.